ഹലോ ഡിയർ സ്റ്റുഡൻസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തേക്കുള്ള ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലെ, അതായത് ഗവൺമെൻറ്, എയ്ഡഡ്, ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൽഫ് ഫിനാൻസിങ്, അൺഎയ്ഡഡ് കോളേജുകളിലേക്കുള്ള ഈ വർഷത്തെ ഡിഗ്രി ആപ്ലിക്കേഷനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആപ്ലിക്കേഷൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏകജാലക സംവിധാനം വഴിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നടത്തുന്നത്. നിങ്ങൾ +1 അപ്ലൈ ചെയ്തത് പോലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും വരുന്നത്. നിങ്ങൾക്ക് ഏത് കോളേജ് അല്ലെങ്കിൽ ഏതൊരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഒറ്റൊരു ആപ്ലിക്കേഷൻ മാത്രമായിട്ട് നൽകിയാൽ മതി. 2024 മെയ് 31 ആപ്ലിക്കേഷൻസ് നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ വർഷം മുതൽ ഡിഗ്രി 4 വർഷമാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമാണ്. അതായത് 3ാമത്തെ വർഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് 4 വർഷത്തെ ഡിഗ്രി ബിരുദമാണ്. ഈ 4 വർഷം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 4 വർഷത്തെ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. അതായത് 4ാമത്തെ വർഷം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. 4 വർഷത്തെ ഡിഗ്രിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ബേസിക് ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപേക്ഷകൾ നൽകാനുള്ള രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയാണ്. SC ST PWD കാറ്റഗറി ആണെങ്കിൽ 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. www.admission.kannuruniversity.ac.in ഈ വെബ്സൈറ്റ് മുഖേനയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസ് നൽകേണ്ടത്. അക്ഷയ സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിൽ നിന്നോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് നൽകാവുന്നതാണ്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ +2 പാസ്സായിരിക്കണം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കോഴ്സും ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജും തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോളേജും അതുപോലെ തന്നെ കോഴ്സും തന്നെ ഫസ്റ്റ് ഓപ്ഷനാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജൂൺ മാസത്തിൽ തന്നെ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതെന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റ്, +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങൾ +2 പഠിച്ച സ്കൂളിൽ നിന്നുള്ള TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 600 രൂപയും SC ST PWD കാറ്റഗറി ആണെങ്കിൽ 300 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഫീ കൂടി അടക്കാനുണ്ട്. അത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 990 രൂപയും SC ST കാറ്റഗറി ആണെങ്കിൽ 920 രൂപയുമാണ്. ഇനി നമുക്ക് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കോഴ്സ് BSc മാത്തമാറ്റിക്സ് ആണ്. BSc മാത്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 സയൻസ് സ്ട്രീമിൽ മാത്സ് നിങ്ങൾ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അത് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. +2 നിങ്ങളുടെ ടോട്ടൽ മാർക്കും അതുപോലെ തന്നെ മാത്സിന് കിട്ടിയ മാർക്കുമാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് BSc ഫിസിക്സ് ആണ്. +2 സയൻസ് സ്ട്രീമിൽ ഫിസിക്സ് സബ്ജക്റ്റ് പഠിച്ച് പാസ്സായിട്ടുണ്ടാവണം. അടുത്തത് BSc കെമിസ്ട്രി, +2 വിത്ത് കെമിസ്ട്രി ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ്. അടുത്തത് BSc സുവോളജി ആണ്. ബയോളജി ഒരു സബ്ജക്റ്റായി പഠിച്ച് +2 പാസ്സാവണം. അടുത്തത് ജിയോളജി ആണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ജിയോളജി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. അടുത്തത് ജിയോഗ്രഫി ആണ്. നിങ്ങൾ +2 പാസ്സായിരിക്കണം. നെക്സ്റ്റ് ഹോം സയൻസ് ആണ്. +2 നിങ്ങൾ കെമിസ്ട്രിയും ബയോളജിയും ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്.
മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. അടുത്തത് പോളിമർ കെമിസ്ട്രി ആണ്. കെമിസ്ട്രി ഒരു വിഷയമായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് ബയോ കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയും ബയോളജിയും ഓരോ വിഷയമായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് സൈക്കോളജി ആണ്. പ്ലസ് ടു പാസ്സാവണം. പ്ലസ് ടുവിന് സൈക്കോളജി പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ടുവിന് നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കൂടി കൂട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് മൈക്രോബയോളജി ആണ്. ബയോളജി ഒരു സബ്ജക്റ്റായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. അടുത്തത് പ്ലാന്റ് സയൻസ് ആണ്. ബയോളജി ഒരു വിഷയമായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് ഫോറസ്ട്രി. ബയോളജി ഒരു വിഷയമായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോളജി ഒരു വിഷയമായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് ബയോടെക്നോളജി. ബയോളജി ഒരു വിഷയമായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ്. സയൻസ് സ്ട്രീം പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. അടുത്തത് ലൈഫ് സയൻസ് ആണ്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബയോളജി ഒരു വിഷയമായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്ലസ് ടു പാസ്സായാൽ മതി. 50% മാർക്ക് വേണം. നെക്സ്റ്റ് ഫുഡ് ടെക്നോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ച് പ്ലസ് ടു പാസ്സാവണം. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. സയൻസ് സ്ട്രീമിൽ മാത്തമാറ്റിക്സ് ഒരു മേജർ സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സാണ്. പ്ലസ് ടു സയൻസ് പാസ്സാവണം. അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്. പ്ലസ് ടു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. BHSC കോഴ്സ് കഴിഞ്ഞവർക്ക് 50% വെയിറ്റേജ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. പ്ലസ് ടുവിന് മാത്തമാറ്റിക്സ് ഒരു മേജർ സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. BSc കോഴ്സുകൾ കഴിഞ്ഞു. നെക്സ്റ്റ് BA ആണ്. BA എക്കണോമിക്സ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതിലേതെങ്കിലും ഒരു സ്ട്രീമിൽ പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ആണ്. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പ്ലസ് ടു പാസ്സാവണം. അടുത്തത് അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് ഉറുദു ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പ്ലസ് ടു പാസ്സാവണം. നെക്സ്റ്റ് ഹിസ്റ്ററി, ഫിലോസഫി, സോഷ്യൽ വർക്ക്. പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി. ഈ ഡിഗ്രി എല്ലാം പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലസ് ടുവിന് ഏത് സ്ട്രീം പഠിച്ചാലും പ്രശ്നമില്ല. സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ പ്ലസ് ടുവിന് ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കൂടി ഇൻഡെക്സ് മാർക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അടുത്തത് BA മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്, കന്നഡ ഇതിലേത് ഡിഗ്രി ചെയ്യണമെങ്കിലും നിങ്ങൾ പ്ലസ് ടുവിന് ഏതെങ്കിലും ഒരു സ്ട്രീം പാസ്സായാൽ മതി. അടുത്തത് BA അറബിക് ആണ്. ഫങ്ഷണൽ ഹിന്ദി, ഇംഗ്ലീഷ്, ഫങ്ഷണൽ ഇംഗ്ലീഷ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്ലസ് ടുവിന് നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ചാലും കുഴപ്പമില്ല. ഫങ്ഷണൽ ഇംഗ്ലീഷിന് പ്ലസ് ടുവിൻ്റെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫങ്ഷണൽ ഇംഗ്ലീഷ്, ജേർണലിസം തുടങ്ങിയ പേപ്പറുകളുടെ മാർക്ക് കൂടി പരിഗണിക്കുന്നതാണ്. അടുത്തത് കൊമേഴ്സ് ഡിഗ്രി കോഴ്സുകളാണ്. BCom ഫിനാൻസ്, കോർപ്പറേഷൻ, മാർക്കറ്റിംഗ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ലോജിസ്റ്റിക് ഇത്രയും കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ പ്ലസ് ടുവിന് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രീം പാസ്സായാൽ മതി. പക്ഷേ നിങ്ങൾ കൊമേഴ്സ് ഗ്രൂപ്പ് അല്ല പഠിച്ചതെങ്കിൽ പ്ലസ് ടുവിന് 45% ടോട്ടൽ മാർക്ക് ആവശ്യമാണ്. പ്ലസ് ടുവിന് കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ബാച്ചിലർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്. 50% മാർക്കോടെ പ്ലസ് ടു പാസ്സാവണം. പ്ലസ് ടുവിന് ടൂറിസം ഒരു സബ്ജക്റ്റായി പഠിച്ചിട്ടുള്ളവർക്ക് 75 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് BBA ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കോഴ്സാണ്. പ്ലസ് ടുവിന് ഏതെങ്കിലും ഒരു സ്ട്രീം പാസ്സായാൽ മതി. BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്, BBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ പ്ലസ് ടുവിന് നിങ്ങൾ ഏത് സ്ട്രീമായാലും പാസ്സായാൽ മതി. അടുത്തത് ബാച്ചിലർ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. പ്ലസ് ടുവിന് ഏത് സ്ട്രീമായാലും കുഴപ്പമില്ല. നെക്സ്റ്റ് BA കർണാട്ടിക് മ്യൂസിക് ആണ്. നിങ്ങൾ പ്ലസ് ടുവിന് ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്.
50% മാർക്ക് +2 ടോട്ടൽ മാർക്കും 50% മാർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുമാണ് ഉണ്ടാവുക. സോ ഇത്രയും കോഴ്സുകളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് വരുന്നത്. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആണ്, അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക.